നമസ്കാരം പ്രിയപ്പെട്ടവരെ, തൃക്കലങ്കോട് പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇരു മുന്നണികളും മികച്ച പ്രകടനമാണ് വാർഡിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്നുള്ളത് 18-ാം വാർഡ് പൂമംഗലത്തിലാണ്. പൂമംഗലത്തെ തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളും ജനങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ അറിയാനാണ് കാരക്കുന്ന് ന്യൂസും എളങ്കൂർ ന്യൂസും നടത്തുന്ന വോട്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ കാലങ്ങളായി LDF തുടർച്ചയായി ഭരിക്കുന്ന ഈ വാർഡ് ഇത്തവണ മാറി ചിന്തിക്കുമോ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. എന്താണ് ഇപ്പോൾ ഇവിടുത്തെ ഈ 18-ാം വാർഡിലെ ഒരു പ്രതീക്ഷ? പൂമംഗലത്തിലെ 18-ാം വാർഡിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ 36-40 വർഷമായിട്ട് LDFിൻ്റെ കയ്യിലിരിക്കുന്ന കുത്തകയായിട്ടുള്ള സീറ്റാണിത്. കാരണം കരിക്കാട് ആയിരുന്നു, കരിക്കാടിനെ വിഭജിച്ചിട്ട് പിന്നെ ഇപ്പോൾ കൂമംഗലം വേറെ ഇതാണ്. ഇപ്പോൾ ഒരു 15 വർഷമായിട്ട് അവരുടെ കയ്യിൽ, 15-20 വർഷമായിട്ട് അവരുടെ കയ്യിൽ തന്നെയാണ്, LDFിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ നല്ല പൊരിഞ്ഞ പോരാട്ടമാണ് ഇവിടെ. കാരണം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ് UDF ഇറക്കിയത്. കാരണം പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന് പിരിഞ്ഞ് ടോമി ജോൺ എന്ന് പറയും. പ്രാവശ്യം അതിനെക്കാട്ടി മികച്ച സ്ഥാനാർത്ഥിയാണ്, ടീച്ചറാണ്, റിട്ടയർഡ് ആയതാണ്. അദ്ദേഹം നല്ല സ്ഥാനാർത്ഥിയാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്ന അട്ടിമറിയാണ്. അത് പിന്നെ ഇനി ഇലക്ഷനാണ്, എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന കാര്യമാണ്. അതെങ്ങനെ വരുമെന്ന് 11-ാം തീയതിക്ക് ശേഷം 13-ാം തീയതി നമുക്ക് കാത്തിരുന്ന് കാണാം. അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇക്കുറി പിന്നെ UDF ജയിക്കും. ഇവിടെ നല്ല ടൈറ്റ് മത്സരമാണ്. പിന്നെ BJP ഉണ്ട്. അപ്പോൾ പിന്നെ വികസന കാര്യങ്ങളിലൊന്നും പിന്നെ പോരായ്മയാണ്, തീരെയില്ല സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളൊക്കെ എല്ലാവരും മാറ്റി ചെയ്യാനുള്ള ഒരു പദ്ധതി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ UDF ജയിക്കുള്ളൂ. എന്താണ് അതിന് കാരണം? UDF ജയിക്കാൻ നിങ്ങളോട് പറയില്ല, വികസന കാര്യങ്ങളും ഒന്നുമില്ല ഇവിടെ. വേറല്ല, പിന്നെ റോഡുകൾ ഇതൊന്നും ശരിയായിട്ടില്ല. വേറെല്ലാ വാർഡുകളിലൊക്കെ സംഭവിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വികസനം കമ്മിയാണ് പറ്റേ. അതായത് ഇപ്പോൾ തൊട്ടടുത്ത് മുനിസിപ്പാലിറ്റിയുടെ മംഗലശ്ശേരി, അവിടെ സ്കൂളുണ്ട്, പിന്നെ ഹോസ്പിറ്റലുണ്ട്, പിന്നെ ഡയാലിസിസ് സെൻ്ററുകളുണ്ട്. ഇവിടെ ഇതൊന്നുമില്ല. എന്നാലും ഇവിടെ ഇങ്ങനെ ജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളൊക്കെ ഒരു മാറ്റം വരണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ മിക്കവാറും ഇവിടെ ഇക്കുറി അങ്ങനെ UDF ജയിക്കാൻ സാധ്യതയുണ്ട്. ജയിക്കാൻ ഇവിടെ രണ്ട് പിന്നെ പാർട്ടിക്കും സാധ്യതയുണ്ട്. രണ്ട് പാർട്ടിയും ഒരേമാതിരി കിടാക്കടയാണ്. വ്യക്തമായ മുൻതൂക്കം ഇവിടെ സാധാരണ LDF ആണ് ജയിക്കൽ, 25 കൊല്ലമൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല. സാധ്യത നമുക്കിപ്പോൾ പൂർണ്ണമായിട്ടും ആധിപത്യം UDFന് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് പിന്നോട്ട് പോയി. ഇതിൻ്റെ മുൻകാലങ്ങളിലൊക്കെ കൂടുതലായിട്ട് LDFന് കൂടുതൽ മെജോറിറ്റി ഉള്ള 200, 300, 400 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള വാർഡായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് ഞങ്ങൾ 52 കുറച്ചു. ഈ പ്രാവശ്യം ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ലീഡിൽ ജയം സുനിശ്ചിതമാക്കിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും UDFനാണ് വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ജയിക്കാനുള്ള സാധ്യത എന്താ വെച്ചാൽ ഇവിടെ 35 വർഷമായിട്ട് CPM തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ഭൂരിപക്ഷം കുറഞ്ഞാണ്. ഇനി എന്താ പറയാൻ പറ്റില്ല, പക്ഷേ CPM തന്നെ ആവുന്നില്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ ഇവിടെ 18-ാം വാർഡ് പൂമംഗലത്താണല്ലോ. ഇവിടെ ആരാണ് ഇപ്പോൾ ജയിക്കാൻ സാധ്യത? ജയിക്കാൻ സാധ്യത LDF തന്നെ. ടിറ്റി ജോൾസൺ തുടർച്ചയായി ജയിച്ചു പോകുന്ന വാർഡാണ്. പ്രാവശ്യം LDF തന്നെ ആയിരിക്കും. വേറെ ആരും ഇല്ല. പഞ്ചായത്ത് ഭരണം ഇപ്രാവശ്യം LDF എടുക്കുന്നതാണ് നമ്മളെ കാഴ്ചപ്പാട്. എന്താണ് ഇവിടുത്തെ ഈ പ്രതീക്ഷ? ഇവിടുത്തെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം 2 കൂട്ടർ ഒപ്പത്തിനൊപ്പം തന്നെയാണ്. 2 സ്ഥാനാർത്ഥി വരെ മോശം പറയാനില്ല. 2 പേരും ഒരേമാതിരിയാണ്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ LDF ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം എന്താവുമെന്നും നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഉൾനാടുകളിലെ റോഡിലൊക്കെ നന്നാക്കുക, അതാണ് നമ്മളെ ആവശ്യം, കാര്യമായിട്ടുള്ള ആവശ്യങ്ങൾ. ആര് ചോദിച്ചാലും പ്രശ്നമില്ല. നമ്മുടെ നാടുകളിലൊക്കെ ഈ റോഡ് നന്നാക്കുക, മറ്റേ ബാക്കിയുള്ള സാധനങ്ങൾ നന്നാക്കുക, അതിനപ്പുറത്തേക്കുള്ള വികസനം വരട്ടെ. വേണം, വികസനങ്ങൾ വേണം. അതെ, പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ചില വാർഡുകളും തീരെ വികസനങ്ങളില്ല. ഇപ്പം നമ്മളെ ഈ വാർഡുകളിലാണ് ഇതിലെ പോണ റോഡുകളൊന്നും, ആ റോഡ് പറ്റ മോശമാണ്. കുറേ ഭാഗങ്ങൾ ധാർ ചെയ്തിട്ടില്ല. അതൊക്കെ വാർഡ് മെമ്പർമാർ നോക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയാലോ, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 18-ാം വാർഡ് പൂമംഗലത്ത് ആര് വിജയിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? പൂമംഗലം 18-ാം വാർഡിൽ UDF വിജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പേര് പുളിക്കൽ മാത്തുക്കുട്ടി. എന്താണ് ജയിക്കാനുള്ള കാരണം? ജയിക്കാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാത്തതിൻ്റെ ഉണ്ടല്ല, ട്രെൻഡ് മാറി. കാരണം എന്താ വെച്ചാൽ, ഒന്ന് വികസനം, ഒന്ന് രാഷ്ട്രീയം, ഒന്ന് മതപരമായ ചിന്ത. അതുകൊണ്ടാണ് പൂമംഗലത്തിനെ സംബന്ധിച്ച് പറഞ്ഞതിനകത്തും പിന്നെ അധികം മതചിന്തയില്ല, രാഷ്ട്രീയവുമില്ല. നിഷ്കളങ്കരായ മനുഷ്യരാണ്. 35 കൊല്ലമായിട്ട് പിന്നെ LDFിൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഈ വാർഡ്. ഇപ്രാവശ്യം ആളുകൾ പറയുന്നതാണ്, എൻ്റെ അഭിപ്രായമല്ല. എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞതാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, പൊതുവിൽ നാട്ടിൽ കേൾക്കുന്ന ഒരു കാര്യം. UDF ജയിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ.
മാറ്റം വരും എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണ്, വ്യക്തിപരമായ അഭിപ്രായം. മാറ്റം വരുമെന്ന് ഉറപ്പിച്ച് പറയുന്നതല്ല, അഭിപ്രായമാണ് കേട്ടോ. ചേട്ടന്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം എങ്ങനെ മാറ്റം വരുമെന്ന് എനിക്ക് പറയാം. അത് ജനങ്ങളുടെ കയ്യിലാണ്. അത് UDF ജയിക്കുമെന്നോ LDF ജയിക്കുമെന്നോ പറയാൻ പറ്റില്ല. എനിക്കതാ പറയാനുള്ളൂ. ആര് ജയിച്ചാലും വികസനം വരണം, അത്രേ ഉള്ളൂ. ജനങ്ങളെ സേവിക്കുന്ന ആൾക്കാർ വരണം, നാടിനും നാട്ടുകാർക്ക് ഉപകാരമുള്ള ആൾക്കാർ വരണം. അല്ലാത്തൊരു ഭയങ്കര കാര്യമല്ല. അതിനേക്കാളിലേറെ നാട് നന്നാവട്ടെ. നാട് നന്നാക്കട്ടെ, നന്മ വരട്ടെ. നാട് നന്നാവട്ടെ, നന്മ വരട്ടെ. കാരക്കുന്ന് ന്യൂസ് വേളങ്കൂർ ന്യൂസ് നടത്തുന്ന വോട്ട് വണ്ടിയിലാണ് നമ്മളുള്ളത്. നമ്മോടൊപ്പം ഉള്ളത് വാർഡ് 18 UDF സ്ഥാനാർത്ഥി ലില്ലി ടീച്ചറാണ്. ടീച്ചർ സ്വാഗതം. എന്താണ് ഇവിടുത്തെ UDFിന്റെ പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷകൾ 100% വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്താണ് ഇവിടുത്തെ വികസന കാഴ്ചപ്പാട്, നിങ്ങൾ ഉയർത്തുന്ന വികസന കാഴ്ചപ്പാടുകളൊക്കെ? ഇവിടെ ഒത്തിരി പൊതുവായിട്ടുള്ള ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താനുണ്ട്. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് ഒത്തിരി വീടിൻ്റെ നിർമ്മാണമുണ്ട്. അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറേ കിണറുണ്ട്. അങ്ങനെ കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ ഇവിടെ കാലങ്ങളായിട്ട് LDF ഭരിക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ ഇത്തവണ ഒരു മാറ്റം പ്രതീക്ഷയിലാണ്. പൂർണ്ണമായി 100% പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇനി ഏകദേശം ഒരാഴ്ചയുടെ അപ്പുറത്തേക്ക് മാത്രമേ ഉള്ളൂ, കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് അവസാന ലാപ്പിലെ പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷകൾ എന്താ പറയുക, നമുക്ക് കിട്ടും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ വർക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാർഡ് മൊത്തം കവർ ചെയ്തു. 2 പ്രാവശ്യം പൂർണ്ണമായി കവർ ചെയ്തു. 3ാമത്തെ തവണയാണ് ഇപ്പോൾ. കൂടുതൽ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാന ഘട്ടം. അതെ. ഞങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്തെത്തി, കുറഞ്ഞ ദിവസങ്ങളുള്ളൂ. 12ാം തീയതി തെരഞ്ഞെടുപ്പ് പോവാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു പ്രതീക്ഷകളൊക്കെ? ആര് ജയിച്ചു എന്നുള്ള ഒരു ഇതാണ് കാക്കാൻ്റെ? എങ്ങനെ ഇപ്പോൾ പറയുന്നു? ടൈറ്റ് മത്സരമാണ്. എങ്കിലും എൻ്റെ അഭിപ്രായം ഇടത് ജയിക്കുമെന്നാണ്. നമുക്ക് രാഷ്ട്രീയത്തെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഇല്ല. LDF തൂക്കം കാണുന്നത്. കാലങ്ങളായിട്ട് LDF ജയിക്കുന്ന കാരണം ആണ്. LDFിൻ്റെ വാർഡ് തന്നെ അത്. അതുകൊണ്ട് ഇത്തവണ LDF ജയിക്കും. മാറ്റങ്ങളുണ്ടാവില്ല. എന്നുവെച്ചാൽ കഴിഞ്ഞ കുറി നല്ല UDFും LDFുമായിട്ട് നല്ല ടൈറ്റ് മത്സരമായിരുന്നു. എന്നിട്ടും UDF തോറ്റു, LDF ആണ് ജയിക്കുന്നത്. കഴിഞ്ഞ കുറി നല്ല സ്ഥാനാർത്ഥികൾ തന്നെ, നല്ല സ്ഥാനാർത്ഥികൾ രണ്ടുപേരും. എന്നിട്ട് എന്താണ് ഇവിടുത്തെ വികസനത്തെ പറ്റിയൊക്കെ പറയാം? വികസനത്തെ പറ്റി പറയുകയാണെങ്കിൽ റോഡ് വികസനം ഈ വാർഡിൽ ഇപ്പോഴത്തെ LDFിൻ്റെ ഭരണം ഇവിടുത്തെ വാർഡിൽ വികസനം ഒരുവിധം ഉണ്ട്. അതായത് ഇങ്ങോട്ടുള്ള റോഡ്, അപ്പുറം തെക്കമലയിലോട്ടുള്ള റോഡുകളെ ഒക്കെ കുറേ റോഡുകൾ, പിന്നെ കുറേ വീടുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേ ഇതിൽ നമ്മുടെ പഞ്ചല ഇതിൽ നിന്ന് കൊടുക്കുന്ന പെരകളില്ലേ, ഈ ലൈഫ് ഇൻഷുറൻസ് കിട്ടുന്ന പെരകളൊക്കെ കുറേ അവിടെ തെക്കമല ആ ഭാഗം, അതായത് ആ ഭാഗമൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കണത്തിൽ LDF ആണ് ഈ വാർഡിലെ ഇതിൽ കൊടുക്കും. LDF ജയിക്കും. ഒരു മാറ്റം ഉണ്ടാവില്ല. അവിടെ കഴിഞ്ഞ കൊല്ലം ഒരു 4-5 കൊല്ലമായിട്ട് LDFിൻ്റെ ഇത് തന്നെയാണ്. LDF അറിയാലോ, തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. എന്താണ് ഈ വാർഡിലെ പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷ ഇതുവരെ കൊല്ലങ്ങളായിട്ട് LDF ആണ് ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ UDF ജയിച്ചിട്ടില്ല. ഇപ്രാവശ്യം അത് തന്നെയാണെന്നാണ് വിചാരിക്കുന്നത്. മാറ്റം ഉണ്ടാവില്ല. LDF തന്നെ വിജയിക്കും തീർച്ചയായും. എന്താണ് കാരണം? കാരണം എന്ന് ചോദിച്ചാൽ പ്രത്യേകമായിട്ട് പറയാൻ ഇവിടെ എല്ലാവരും സ്ഥാനാർത്ഥികൾ 2 ഉഷാറാണ്. 2 പേരും ഒപ്പത്തിനൊപ്പമാണ്. പ്രത്യേകിച്ച് വേറെ പറയാനൊന്നുമില്ല. സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമുക്ക് പറയാനൊന്നുമില്ല. ഈ പ്രാവശ്യം ആരും ജയിക്കുന്നൊന്നും ഉറപ്പില്ല. LDF ഉണ്ട്, UDF ഉണ്ട്, പിന്നെ BJP കണ്ണവാനം ഭൂരിപക്ഷം പിടിക്കുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പാണ്.